വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ്. നിങ്ങളുടെ കരിയറിൻ്റെ കറണ്ട് എനർജി ആൻഡ് ഫ്യൂച്ചർ എനർജി. നിങ്ങളിപ്പോൾ കരിയറിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ 2 പൈൽസ് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഡെക്ക് നമ്പർ 1, പൈൽ നമ്പർ 1. ഈ ഒരു കാർഡ് ദ വാരിയോ, ഈ ഒരു കാർഡിലേക്കാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത്, നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് പൈൽ നമ്പർ 2, ദ ബൊട്ടാനിസ്റ്റ്. ഈ ഒരു കാർഡിനോടാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത് എങ്കിൽ, നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, യെസ്. സോ നിങ്ങൾ സിലക്ഷൻസ് നടത്തിയെന്ന് വിചാരിക്കുന്നു. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക. ജെൻറ്റിൽനെസ് റീഡിംഗ് ആണ്, കൂടാതെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാർഡ് റീഡിങ്ങിലേക്ക് എത്തുന്നത്, ഈ ഒരു വീഡിയോ കാണാനിടയാകുന്നത്, ആ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ളത് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്കുള്ള മെസ്സേജസ് ഇതിൽ യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ടാവും. കരിയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ഏതെങ്കിലും ഒരു നിമിഷത്തിലായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ഓപ്പണായി വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 1 ദ വാരിയർ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 1 ദ വാരിയർ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് നിങ്ങളുടെ കരിയർ എനർജി ആയിട്ട് കരുതി വച്ചിരിക്കുന്നത് എന്തൊക്കെ ഗൈഡൻസസ് ആണ്. ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങളുടെ ഓക്കെ, വി ഗോട്ട് 1 കാർഡ്. പേജ് ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്തോ ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇൻ ടേംസ് ഓഫ് യുവർ കരിയർ. ഓക്കെ, നമുക്ക് ബാക്കി കാർഡ്സും കൂടെ നോക്കാം. കറണ്ട് എനർജി, പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഫ്യൂച്ചർ എന്താണ് നിങ്ങളുടെ കരിയറിലേക്കുള്ളത്. ലെറ്റ്സ് സീ. ഓക്കെ, വി ഗോട്ട് ഫ്യൂ കാർഡ്സ്. വിൽ ടേക്ക് ദ കാർഡ്സ്. ബോട്ടം എനർജി വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഓക്കെ, 2 ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കോയിൻസ്, ദ സൺ. വാവ്, ക്വൈറ്റ് ഇംപ്രസ്ഡ്. ജഡ്ജ്മെൻറ്റ്, അത് വളരെ പോസിറ്റീവാണ്. 6 ഓഫ് കപ്സ്, പേജ് ഓഫ് കോയിൻസ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്സ് ഉണ്ട്. വി ഹാവ് പാഷൻ, ഇഗ്നൈറ്റഡ്, ട്രസ്റ്റ്, ആൻഡ് ഫ്രം ദ പാസ്റ്റ് ലൈഫ് യു ഹാവ് brought the energy, servitude. ഓക്കെ, ഓക്കെ, ഇവിടെ ക്ലിയർലി നിങ്ങളുടെ കറണ്ട് എനർജിയിൽ നിങ്ങളുടെ കരിയറിൽ നിന്ന് നിങ്ങൾ ഒന്ന് സ്റ്റക്കായിട്ടോ അല്ലെങ്കിൽ എനർജറ്റിക്കലി ഡിസ്കണക്റ്റഡ് ആയിട്ടോ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫൈറ്റ് ബാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കരിയറിലേക്ക് തിരികെ വീണ്ടും വരാൻ വേണ്ടി നിങ്ങൾ ഫൈറ്റ് ബാക്ക് ചെയ്യുന്നുണ്ട്. ആ ട്രാക്കിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ഫൈറ്റ് ബാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നൊരു ന്യായമുണ്ടാവും. അതുപോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യായത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ്, നിങ്ങൾക്ക് ഫേവറബിളായ ഒരു റിസൾട്ട് ഇവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കരിയർ എനർജി എന്ന് പറയുന്നത് സർവീസ് ഓറിയൻറ്റഡ് എനർജിയാണ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഒരു പവർ കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കൺട്രോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ സമയവും കടന്നു പോവും. കാരണം ഇപ്പോൾ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ
കരിയറിൻ്റെ ഒരു കർമ്മയാണ്. അവിടെ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ സന്തോഷത്തോടു കൂടിയിട്ട് സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഏത് കരിയർ ഫീൽഡിലും ആയിക്കോട്ടെ, ആ കരിയർ ഫീൽഡിലെല്ലാം നിങ്ങൾ മനസ്സ് അർപ്പിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലിയിലും കൂടുതൽ നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓവർ ടൈം ചെയ്യണം എന്നോ അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങളുടെ കരിയറിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതിനും കൂടുതലായിട്ട് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു തരത്തിൽ നിങ്ങളുടെ കരിയറിലെ കർമ്മങ്ങൾ തീർക്കുകയാണ്. ഈ ഒരു സമയം കടന്നു പോയി കഴിയുമ്പോൾ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ ഫിനിഷ് ചെയ്യുകയും വളരെ വലിയൊരു സക്സസ് നിങ്ങളെ അവൈറ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് പല തരത്തിലുള്ള കരിയർ ചെയ്യുന്നവർ ഉണ്ട്. ഗവൺമെൻറ് ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അഷ്വേർഡായിട്ട് ആ ഒരു ജോബ് ലഭിക്കുന്നതാണ്. എന്നാൽ അതിന് കുറച്ചൊരു കാലതാമസമുണ്ട്. ആ കാലതാമസം നിങ്ങളുടെ ഉള്ളിലെ എനർജിയെ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണെന്നുള്ളതാണ്. ചില വ്യക്തികൾ ഇവിടെ നഴ്സിംഗ് കരിയറിൽ നിൽക്കുന്നവരുണ്ട്. അവർക്കൊരു മടുപ്പ് അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റക്നെസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെന്നുള്ളതാണ്. ചില വ്യക്തികൾ ഏതൊക്കെയോ തരത്തിലുള്ള ഒരു കോർട്ട് കേസസ് അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ചിലപ്പോൾ കരിയറുമായിട്ട് ബന്ധമില്ലാത്തതായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ആ ഒരു എനർജി മാനസികമായിട്ട് നിങ്ങളുടെ കരിയറിനെ വല്ലാതെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ തന്നെ പോളിഷ് ചെയ്തെടുക്കുന്നതിന് തുല്യമാണ്. കാര്യം നമ്മളുടെ കരിയർ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രോത്ത്, പേഴ്സണൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അത് ഹീൽ ചെയ്യാതെ നിങ്ങളുടെ കരിയറിന് പ്രോഗ്രസ് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ്? അപ്പം നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് നിങ്ങളെ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഉരച്ചു മിനുസപ്പെടുത്തി പോളിഷ് ചെയ്തെടുക്കുന്ന ഒരു കല്ലുപോലെ നിങ്ങൾ അത്രയും തെളിമയോടെ തെളിഞ്ഞു വരിക എന്ന് തന്നെ പറയാം. അത് നിങ്ങളുടെ സ്വഭാവത്തിലാണെങ്കിലും നമ്മൾ പറയില്ലേ വളരെ പ്രൊഫഷണൽസ് ആണ് എന്നുള്ളത്. ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് കേവലം ഓഫീസുകളിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നിങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ട് നിങ്ങൾ ആ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലും ആ ഒരു പ്രൊഫഷണൽ എനർജിയിലേക്ക് വരാൻ സാധിക്കുക എന്നുള്ളൊരു മെസ്സേജുണ്ട്. അപ്പം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക പ്രോസസ്സിന്. ഇപ്പോൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നത് എന്ത് തന്നെ ആണെങ്കിലും ഇതും കടന്നു പോകും. ഇതിനൊരു ചേഞ്ച് ഡെഫിനറ്റ്ലി ഉണ്ടാവും. വിശ്വസിക്കുക, ആ ചേഞ്ച് പോസിറ്റീവാണ്. കാരണം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 2 of Cups. നിങ്ങൾ എഫേർട്ട് ഇടുന്നതിന് തത്തുല്യമായ റിസൾട്ട് നിങ്ങൾക്കുണ്ടാവുന്നു. അതുപോലെ Ace of Coins, ജോബ് നോക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി പുതിയൊരു ജോലി. പേജ് ഓഫ് കോയിൻസ്, അതുപോലെ തന്നെ ഹയർ ലെവൽ ഓഫ് ജോബ് ആഗ്രഹിക്കുന്നവർക്കൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ, അങ്ങനെയൊക്കെ നോക്കുന്നവർക്കും സൺ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പ്രോഗ്രസ് കരിയറിൽ ഉണ്ടാവുന്നതായിരിക്കും. അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആക്ഷൻസ് എടുക്കുക. ഇപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല ആ റിസൾട്ടെങ്കിൽ അത് വന്നോളും. പക്ഷെ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളിപ്പോൾ ചെയ്യുക. ഒരു വാറിയർ എനർജിയോട് കൂടിയിട്ട് തന്നെ, അതായത് നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകണം. കോമ്പറ്റീഷൻസ് ഉള്ളിടത്ത് കമ്പീറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അവിടെ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒന്ന്,
എന്ത് കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുകയുള്ളൂ. ആ റൈറ്റ് ടൈം വരട്ടെ, ഞാൻ റെഡി ആവട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് സോണാണ് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് റിസോഴ്സ് ഉണ്ട്, ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് ഐഡിയ ഉണ്ട്, ആ റിസോഴ്സിനെയും ആ ഐഡിയയും കമ്പൈൻ ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഓവറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക, ഓവർ എക്സ്പെക്റ്റേഷൻസ് കൊടുത്ത് ഓവറായിട്ട് വർക്ക് ചെയ്യാതെ ഇരിക്കുക. ബാലൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവർ പറയുന്ന ജോലിയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ളവർ നിങ്ങളുടെ ജോലിയിൽ ചെയ്യണമെന്ന് പറയുന്ന രീതിയിലുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉള്ളിലെ പാഷൻ എന്താണ്, ആ പാഷനാണ് ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ ചില വ്യക്തികളൊക്കെ അവരുടെ റുട്ടീൻ ആയിട്ടുള്ള ഒരു ജോബ്, വളരെ കാലമായിട്ടുള്ള ഒരു ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ പാഷൻ്റെ പിന്നാലെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടക്കാൻ പോവാണ്. ഏസ് ഓഫ് കോയിൻസ്, എ ന്യൂ കരിയർ ബിഗിനിങ്. പേജ് ഓഫ് കോയിൻസും എ ന്യൂ ജോബ്, എ ന്യൂ ഓപ്പർച്യൂണിറ്റി. അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ മാനിഫെസ്റ്റേഷൻസിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ചെറിയ പീരീഡ് ഓഫ് കർമ്മ ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു പീരീഡ് കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡിംഗ് ആണ്. അതായത് ഒരു റെപ്യൂട്ടേഷൻ നിങ്ങൾ ഭയങ്കരമായി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത് അതേത് മേഖലയും ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾ ഒരു ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിക്കോട്ടെ, നിങ്ങളൊരു ടീച്ചർ ആയിക്കോട്ടെ, നിങ്ങളൊരു നേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളൊരു മെയ്ഡ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾ സർവീസ് ചെയ്യുന്നവരായിക്കോട്ടെ, അതിലെല്ലാത്തിലും നിങ്ങളെ ചൂസ് ചെയ്യാൻ, അതായത് ഒരുപാട് ഓപ്ഷനുകളിൽ നിന്നും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളിൽ അവർക്ക് ട്രസ്റ്റ് തോന്നണം. ആ ട്രസ്റ്റ് നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് തോന്നാത്തിടത്തോളം കാലം മറ്റുള്ളവർക്ക് നിങ്ങളിൽ തോന്നുകയുമില്ല. നിങ്ങൾക്ക് ആ ട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ സ്വയം നിങ്ങളിൽ ഒരു മസിൽ ബിൽഡ് ചെയ്തെടുക്കുന്നത് പോലെ നമ്മൾ അതിൽ വർക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് നിങ്ങളുടെ അകമഴിഞ്ഞ എഫേർട്ട് ആവശ്യമാണ്, പാഷൻ ആവശ്യമാണ്, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയോടുള്ള സ്നേഹം ആവശ്യമാണ്. അതിനോട് അറ്റാച്ച് ചെയ്തു വച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്സ് പലപ്പോഴും പാറ്റേണുകൾ പോലെ വരുന്നുണ്ട്. അതായത് എനിക്ക് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നു, അതുകൊണ്ട് ഇനിയുള്ള കാലത്തും ഇതിങ്ങനെ തന്നെ വരും. പണ്ട് സംഭവിച്ചത് ചിലപ്പോൾ അപ്പോൾ നഷ്ടമാണെങ്കിൽ എന്താ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പാമ്പർ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കലീഗ്സും അവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു എൻവയൺമെൻറ്റിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നു എങ്കിൽ ഈ രണ്ട് പാറ്റേൺസും നിങ്ങളുടെ ഗ്രോത്തിന് നല്ലതല്ല. ഒന്ന് നെഗറ്റീവ് കംഫർട്ട് സോണും ഒന്ന് പോസിറ്റീവ് കംഫർട്ട് സോണുമാണ്. പക്ഷെ കംഫർട്ട് സോണാണ് രണ്ടും. ഈ പാറ്റേൺസ് എല്ലാം കംഫർട്ട് സോൺസ് ആണ്. ആ കംഫർട്ട് സോണിനെ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട സമയം വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട് ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നല്ല. റെസ്പോൺസിബിലിറ്റി ഓവർ ഇമോഷൻസ്. നിങ്ങളുടെ മൂഡ് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. ടേക്ക് റെസ്പോൺസിബിലിറ്റി, ടേക്ക് ചാർജ്, ടേക്ക് ആക്ഷൻ. അങ്ങനെയുള്ളൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ സർവീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിനാൻസ് ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. ചിലപ്പോൾ അത് ആ സോഴ്സിൽ നിന്നായിരിക്കില്ല, മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് കൂടുതൽ തന്നെ ലഭിക്കും. പക്ഷെ ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി നെഗറ്റീവ് ഇമോഷൻസ് എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോവാതിരിക്കുക. ജസ്റ്റ് മൂവ് ഓൺ. കാരണം ഈ ഒരു സമയം ഒരു ടെസ്റ്റിംഗ് ഫേസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഈ ഒരു ടെസ്റ്റിംഗ് ഫേസ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
പ്രോഗ്രസ് ആണ്, സക്സസ് ആണ്, നിങ്ങളുടെ സോൾ പർപ്പസിൻ്റെ ഭാഗമായിട്ടുള്ള ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ഏറ്റവും അധികം നിങ്ങളിലുള്ള ഒരു സ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 അഡ്മിനിസ്ട്രേഷൻ പവറാണ്. അത് വളരെ ഉണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിങ്, ക്രൈസിസ് മാനേജ്മെൻറ്റ്, ഓർഗനൈസിങ് സ്കിൽ, പ്ലാനിങ് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഇവിടെ ഉണ്ടെന്ന് കാണിക്കുന്നവരാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ളവരുമാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ കണ്ടിന്യൂഷനാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ആ ജോലിയിൽ നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ കറൻ്റ്ലി ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തരല്ലെങ്കിൽ അതിൻ്റെ ഒരു കർമ്മ തീർന്നു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു സമയം ആ കർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ജോലി തന്നെയാണ് അതിൽ നിങ്ങൾക്ക് അന്ന് റിവാർഡ് കിട്ടാതെ പോയവർക്ക് ഇപ്പോൾ റിവാർഡ് കിട്ടുന്ന ഒരു സ്റ്റേജിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക. കാരണം ഒരുപാട് പേരുടെ എനർജി ഇതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ കരിയർ റീഡിങ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ആർ സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ. ഒരു ഫ്രഷ് എനർജി, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ജോലിയിൽ തന്നെ ഒരു പുതുമ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ഒരു ഫ്രഷ് എനർജി നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകളെ ഇപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യേണ്ട സമയം കൂടാണ്. കാരണം ഈ മുറിവുകൾ പാറ്റേണുകളായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ പാറ്റേൺസ് നിങ്ങളെ കൊണ്ട് റോങ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സും എടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് നെഗറ്റീവ് സൈഡിലേക്ക് ഉണ്ടാവില്ല കരിയറിനെ ബേസ് ചെയ്തിട്ട്. അപ്പം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി നമ്മളുടെ കരിയറിൻ്റെ പ്രോഗ്രസ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, ഡയറക്റ്റ്ലി ആണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ഹീൽഡ് ആവുന്നു അത്രത്തോളം കരിയർ പ്രോഗ്രസ്ഡ് ആവുന്നു. അതുപോലെ മാനിപ്പുലേഷൻസ് കലീഗ്സിൽ നിന്ന് അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ചിലവർക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ മുതലെടുക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ വരും. ഇപ്പം കുറച്ച് കാർമിക് പീരീഡിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ്. ഇതും കടന്നു പോവും, ഇത് മാറും എന്ന് ഉറച്ചു വിശ്വസിക്കുക. അതിനധികം കാലതാമസം ഇല്ല. അത് ഓരോരുത്തരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ആ കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2 ദ ബോട്ടണിസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 ദ ബോട്ടണിസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങളിപ്പോൾ അറിയേണ്ടതെല്ലാം നമുക്ക് നോക്കാം. പാസ്റ്റ് എനർജി എന്താണ് ഇപ്പോൾ കരിയറിലുള്ളത്, കറണ്ട് എനർജി എന്താണ് ഇപ്പോൾ കരിയറിലുള്ളത്, അതായത് പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എന്ത് എനർജിയാണ് നിങ്ങളെ സ്റ്റക്ക് ആക്കുന്നത്, ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് കരിയറിൻ്റെ. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം എന്തെല്ലാമാണ് നിങ്ങൾ കരിയറിനെ കുറിച്ച് അറിയേണ്ടത്. ഓക്കെ, വി ഗോട്ട് 9 ഓഫ് ഇമോഷൻസ് ആൻഡ് നൈറ്റ് ഓഫ് ഇൻസ്പിറേഷൻ. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച ഒരു ജോബ് നിങ്ങളിലേക്ക് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഓ മൈ ഗോഡ്, വി ഗോട്ട് നൈറ്റ് ഓഫ് ഇമോഷൻസ്. വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു മെസ്സേജാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം ബേൺ ഔട്ടാണ്, ഡ്രെയിൻഡ് ഔട്ടാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് മൂവ് കാർഡ്സ്. ഓക്കെ, വി ഹാവ് ദ ഡെവിൾ കാർഡ്. പാസ്റ്റ് ലൈഫ് കർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അലസത ഉണ്ടാവുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ്
ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും തരത്തിൽ ഡൈവേർഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. കരിയറിലെ എനർജിയിൽ നിങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ എനർജിയിൽ നിന്ന് സ്വയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കുറച്ച് അഡിക്ഷൻസ് എന്ന് തന്നെ പറയുന്ന രീതിയിൽ സ്വഭാവങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ബോട്ടം എനർജി, ഫുൾ കാർഡ്, ന്യൂ ബിഗിനിങ്, ആൻഡ് വി ഗോട്ട് ദ ടവർ കാർഡ്. ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പം കരിയറിൽ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. 2 of emotions, we got the muse of materials. Okay, 2 reflection ആണ്. Here also duality കാണിക്കുന്നുണ്ട്. ആൻഡ് ഓക്കെ, നിങ്ങളിവിടുന്ന് ഒരു വലിയ വാതിലിലേക്കാണ് നടന്ന് നീങ്ങുന്നത്. ലൈക്ക് എ ഹൊറൈസൺ, എ ന്യൂ ഹൊറൈസൺ ഇസ് ഓപ്പണിങ്. അവിടെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കാണാൻ സാധിക്കുന്നുണ്ട്, ഫ്ലവേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് റിസൾട്ടുകൾ ധാരാളം കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ റിസൾട്ടുകൾ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അതാണ് ഇനി നിങ്ങളെ തേടി വരാൻ പോകുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഏസ് ഓഫ് ഇൻസ്പിറേഷൻ. ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആൻഡ് യു ആർ സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ എന്നുള്ളത്, ഒരു ഫ്രഷ് ഡയറക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ കരിയറിൽ അഷ്വേർഡ് ആണ്. നിങ്ങൾ ഫീൽഡ് ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കുന്നതാണ്. ആൾക്കാർ, ചില വ്യക്തികളെങ്കിലും നിങ്ങളുടെ കരിയർ ഫീൽഡ് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 10 of Wands ആണ് വന്നിരിക്കുന്നത്. ഒരു മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇവിടെ അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. കാരണം 9 of Emotions ആണ് വന്നിരിക്കുന്നത്. അത് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രം 10 of Voices to 9 of Emotions, ഡിസാറ്റിസ്ഫാക്ഷനിൽ നിന്നും ബേൺ ഔട്ട് ഫീലിങ്ങിൽ നിന്നും നിങ്ങൾ വിഷ് ഫുൾഫിൽമെൻറ്റ് പോലെ ഒരു കരിയർ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ കാലമായിട്ട് നിങ്ങളിങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, എനിക്കിങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം, എനിക്കിങ്ങനെ ഒരു രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്നൊരു സമയമാണ്. ഒരു ടഫായിട്ടുള്ള ഒരു പ്രൊഫഷണൽ പീരീഡിൽ നിന്നും ഒരു ഫുൾഫിൽമെൻറ്റ് പീരീഡിലേക്കൊരു പൊട്ടൻഷ്യൽ റിലീഫിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്ന സമയമാണ്. അതിനും ഹീലിംഗ് ഇസ് ദ ഫസ്റ്റ് കീ. തിരിച്ചറിവുകളാണ് അതിന് ആവശ്യമായിട്ട് ഉള്ളത്. നൈറ്റ് ഓഫ് ഇൻസ്പിറേഷൻസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് ഇമോഷൻസ് വന്നിട്ടുണ്ട്. 2 നൈറ്റ് കാർഡ്സ് ഒന്നിച്ച് വന്നിരിക്കുകയാണ്. പ്ലസ് ഏസ് ഓഫ് ഇൻസ്പിറേഷൻ. വാവ്, ഏസ് കാർഡ്സ് എപ്പോഴും ന്യൂ ബിഗിനിങ്സിനെ തന്നെ കാണിക്കുന്നു. ആൻഡ് 3 ഓഫ് ഇൻസ്പിറേഷൻ ക്രിയേറ്റിവിറ്റിയും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു ഓൺട്രപ്രന്യൂർഷിപ്പിൻ്റെ ഒരു എനർജി ഇവിടെ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എക്സ്പാൻഷൻ, ഓൾറെഡി നിങ്ങൾക്ക് ഒരു ബിസിനസ്സൊക്കെ ഉള്ള ആളാണെങ്കിൽ എക്സ്പാൻഷൻ, കൊലാബറേഷൻ, നിങ്ങൾ മീഡിയ ഫീൽഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ക്രിയേറ്റീവ് സ്പാർക്ക് വരുന്നുണ്ട്. ന്യൂ പ്രോജക്റ്റ് അല്ലെങ്കിൽ ന്യൂ ഐഡിയ നിങ്ങളെ തേടി എൻക്വയറീസ് വരുന്നു എന്നുള്ളതാണ്. ഒരു പാഷൻ ഡ്രിവൺ പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി ഇപ്പോൾ വരുന്നുണ്ട്. അത് നെറ്റ്വർക്കിങ്ങിലൂടെ അല്ലെങ്കിൽ കൊളാബറേഷനിലൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നല്ല വരുന്നത്, നിങ്ങളുടെ പുതിയ പുതിയ കണക്ഷൻസിൽ നിന്നാണ് അത് വരുന്നത്. അങ്ങനെയുള്ള പുതിയ കണക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായി വരുന്നു എന്നുള്ളതും ഇവിടെ മനസ്സിലാവുന്നുണ്ട്. മ്യൂസ് ഓഫ് മെറ്റീരിയൽസ്, നമുക്ക് കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് സ്റ്റെബിലിറ്റി, റിവാർഡ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് കരിയറിൽ കണ്ടെത്താൻ പറ്റുന്നു. ഇവിടെ ഈ ഒരു ഫ്ലോറൽ തീമിന് ബൊട്ടാനിസ്റ്റാണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡും വന്നിരിക്കുന്നത്. സോ റിവാർഡ്സ്, ഫ്ലവേഴ്സ് എപ്പോഴും ഹീലിംഗ് അതിനുശേഷമുള്ള റിവാർഡ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ഇപ്പോൾ തിരിച്ചറിവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്
ഓക്കെ, ഇതിങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ, ഞാനത് മനസ്സിലാക്കിയില്ല, പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇനി തൊട്ട് ഞാൻ ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള എന്തോ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു സമയമാണ്. അത് തന്നെ നിങ്ങൾക്ക് ലോങ് ടേമിലേക്കുള്ള ഒരു സക്സസ് കൊണ്ടുതരും എന്നുള്ളതാണ്. ഇതിൽ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഫാമിലി ബിസിനസ് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഇൻവോൾവ് ആകുന്നതുകൊണ്ട് നിങ്ങളുടെ തലമുറകളായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു ലെഗസി നിങ്ങളായിട്ട് ഏറ്റെടുത്ത് അത് ബിൽഡ് ചെയ്യുന്നൊരു ഒരു റെപ്യൂട്ടേഷൻ കൊണ്ടുവരുന്നതായിട്ടും അവിടെ ഒരു മാറ്റം കൊണ്ടുവരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് ബൂം തരുന്നുണ്ട്. ആ ക്രിയേറ്റീവ് ബൂം നിങ്ങളുടെ കരിയറിൽ ഒരു ബൂമിങ് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നെറ്റ്വർക്കിംഗ് ഇപ്പം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും, കൊളാബറേഷൻസ് നിങ്ങൾക്കിപ്പോൾ ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. കുറച്ച് ടോക്സിക് ആയിട്ടുള്ള വർക്ക് എൻവയൺമെൻ്റ് ആണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തത്, എന്നാൽ അത് മാറാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. എന്തോ ഒരു കാര്യം അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളെ തന്നെ നിങ്ങളൊരു കോഴ്സ് കറക്റ്റ് ചെയ്യുന്ന പോലെ കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി, നിങ്ങളുടെ യുണീക്ക്നെസ് കരിയറിൽ മനസ്സിലാക്കി, മേ ബി നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ USP നിങ്ങൾ മനസ്സിലാക്കി, യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. അതെങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു പ്രോബ്ലം സോൾവിങ്ങിന് സഹായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ടീം നിങ്ങൾക്ക് വരുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ടും റിവാർഡുമാണ്. അതായത് ഫിനാൻഷ്യലി വളരെയധികം സ്റ്റെബിലിറ്റി തരുന്ന രീതിയിലേക്കുള്ള പ്രോസസ്സുകളിലാണ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഏർപ്പെടാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുകയാണ് ഇത്രയൊക്കെ ഫിനാൻസ് എനിക്ക് കരിയറിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന തരത്തിൽ പോലും നിങ്ങൾ വണ്ടടിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പറന്നു വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ചെറിയ സ്പീഡിലൊന്നും അല്ല, അത് പെട്ടെന്ന് തന്നെ വരും എന്നുള്ളതാണ്. ടോക്സിക് എൻവയൺമെൻറ്റ്സും ടോക്സിക് പാറ്റേൺസും ഇവിടെ അവസാനിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ഒരു കൊച്ചു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് പോലെ നിങ്ങൾ ഒന്നെന്ന രീതിയിൽ നിങ്ങളുടെ കരിയർ വീണ്ടും ഇവിടെ ആരംഭിക്കുന്ന ഒരു സ്റ്റേജ് കാണുന്നുണ്ട്. അപ്പം സ്പെഷ്യലി ജോബ് നോക്കുന്നവർക്ക് അത് ഗുണകരമാണ്. ഓൾറെഡി ജോബ് ചെയ്യുന്നവർ മെജോറിറ്റി ആൾക്കാർ നിങ്ങളുടെ ഫീൽഡ് മാറാനായിട്ടാണ് പോകുന്നത്. ഗ്രൂപ്പ് നമ്പർ 2 അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റൈലെങ്കിലും നിങ്ങൾ മാറ്റിയെടുക്കും. ഇപ്പം മേ ബി ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇൻറ്റീരിയറൊക്കെ മാറ്റി, അതിൻ്റെ ഔട്ട്ലുക്കൊക്കെ മാറ്റി, മേ ബി അതിൻ്റെ പേര് പോലും മാറ്റി വേറെ വലിയൊരു രീതിയിലേക്ക് നിങ്ങൾ അതിനെ കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നിർത്തി വെച്ചിരുന്നു, നിങ്ങൾക്കത് വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സമയം, അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ്. അതിനെ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോൾമേറ്റ് എനർജി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നിങ്ങൾ അറിയുന്നുണ്ടാവില്ല നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന്, പക്ഷേ യൂണിവേഴ്സ് ഇസ് സെൻഡിങ് യു എ പേഴ്സൺ ഫ്രം യുവർ പാസ്റ്റ് ലൈഫ്. നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ നിന്നുള്ളൊരു വ്യക്തി വരികയാണ് നിങ്ങളെ സഹായിക്കാൻ. നിങ്ങൾ പോലും അറിയാതെ ഒരു സ്ട്രേഞ്ചറായി വന്നുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഗ്രൗണ്ടിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇമ്പൾസീവായ ഡിസിഷൻസ് എടുക്കുകയും ചെയ്യരുത്. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുക. പക്ഷെ ഉറപ്പാണ് നിങ്ങൾക്കൊരു സക്സസ്സിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഇപ്പോൾ ഒരു പരാജയത്തിനുള്ള സ്കോപ്പ് ഇല്ല. ആ പരാജയത്തിൻ്റെ സിറ്റുവേഷൻ കഴിഞ്ഞു, ആ സ്റ്റേജ് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കും, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ആ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല തീരുമാനങ്ങളായിരിക്കും നിങ്ങൾ എടുക്കുക. ആൻഡ് വെരി സൂൺ എന്ന് പറഞ്ഞാൽ ഈ മാസം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ വിസിബിൾ ആയിരിക്കും. ഇതിനധികം താമസമില്ല. ഞാൻ പറഞ്ഞു, പറന്നാണ് വരുന്നത് നിങ്ങളിലേക്ക് ആ മാറ്റം, ആ ഓപ്പർച്യൂണിറ്റി. ഓക്കെ,
ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് കാർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഷഫിൾ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. വെൽത്ത്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അബണ്ടൻസ് വരുന്നുണ്ട് എന്നുള്ളത്. ആ അബണ്ടൻസിൻ്റെ ഒരു കൺഫർമേഷനാണ്, ഒരു എൻടൈറ്റിൽമെൻറ്റ് പോലെ നിങ്ങൾക്ക് കരിയറിൽ കിട്ടാൻ പോവാണ്. അതായത് ചെറിയ രീതിയിലൊരു ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരു 100 ഇരട്ടിയായിട്ട് ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? അതിന് നിങ്ങൾക്ക് വേണ്ട 2 കാര്യങ്ങൾ പേഷ്യൻസ് ആണ്, ക്ഷമ. അത് ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. ഒരു ചെടി വളർത്തിക്കൊണ്ട് വരുന്നത് പോലെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വളമിട്ട്. ഇവിടെ ഈ ഫ്ലവറാണ്, ഒരു ഫ്ലോറൽ തീമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉള്ളത്. ആൻഡ് ഓൾസോ ഇവിടെ വൈറ്റ് ഫ്ലവർ, ഐ തിങ്ക് ലില്ലി അല്ലേ, അത് പ്യൂരിറ്റി, ക്ലെൻസിങ്, ഡിവിനിറ്റി, അതായത് ഡിവൈൻ ഇസ് വിത്ത് യു, നിങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം നിങ്ങളുടെ ഒരു സോൾ പർപ്പസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു സെറനിറ്റിയോടുകൂടി, ഒരു സമാധാനത്തോടു കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ റിസൾട്ട്, റിവാർഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കാലം നിങ്ങളിൽ നിലനിൽക്കും എന്നുള്ളതാണ്. ആൻഡ് ബ്ലെയിം, ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പലതും എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട് അവർ ചെയ്യാതെ വരുമ്പോൾ, പ്രോജക്റ്റ് മുന്നോട്ട് പോകാതെ വരുമ്പോൾ അവരെയൊക്കെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നെടുത്ത് മനസ്സിലാക്കുക. കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അത് യൂണിവേഴ്സ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ബിഫോർ ഈ വെൽത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്പർ 2 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് മേ ബി ഇവിടെ ചില വ്യക്തികൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചേർന്നൊരു പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അതല്ലാതെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അല്ലാത്ത, റിലേഷൻഷിപ്പിലല്ലാത്ത വ്യക്തികളുമായിട്ടും പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നു, പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടായി വരുന്നു, ഐഡിയാസ് ഉണ്ടായി വരുന്നു, ഒക്കെ ഉണ്ടാവാം. എന്നാലും സ്പെഷ്യലി ഒരു സോൾമേറ്റ് ആണ് നിങ്ങൾക്ക് പാർട്ട്ണറായിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായത്തിന് വരിക. അതൊക്കെ അവിടെ ഉണ്ട്. അതിലേക്കുള്ള ജേർണിയിൽ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് ആണ്. ആർ യു റെഡി ഫോർ ദിസ്? ഇത്രയും വലിയൊരു ബെനിഫിറ്റിലേക്ക്, റിസൾട്ടിലേക്ക് നിങ്ങൾ റെഡിയാണോ? അത് നിങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ അതിനെ താഴെയിട്ട് തട്ടിപ്പൊട്ടിക്കാതെ നിങ്ങൾ കൊണ്ടുപോകുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. ഏത് സിറ്റുവേഷനെയും നിങ്ങൾ ക്ഷമയോടുകൂടി, കാംനെസ്സോടുകൂടി കൈകാര്യം ചെയ്യുമോ എന്നറിയാനുള്ളൊരു ടെസ്റ്റിംഗ് കൂടായിട്ട് ഇത് വരിക. അപ്പം നിങ്ങളുടെ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളായിട്ടെടുക്കുക. യു ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. പാകപ്പിഴകളുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. അപ്പോൾ ബെനിഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ്, അതിൻ്റെ റിവാർഡും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മെസ്സേജാണ് ഇത്. ജനറൽ ആയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ റെസനേറ്റ് ആവുന്നത് എടുക്കുക. പേഴ്സണലായിട്ട് നിങ്ങളുടെ കരിയർ റീഡിംഗ് അറിയണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ മറ്റു വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സൈക്കോളജിക്കൽ ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ all of you all take care. Bye.